നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. രാജ്യം സ്വതന്ത്രമാകുന്നത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാകുമ്പോഴെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ. വനനിയമങ്ങൾ കത്തിച്ച് കർഷക കോൺഗ്രസ് പ്രതിഷേധിച്ചു. മണ്ണുത്തിയിൽ നടന്ന പ്രതിഷേധം സംസ്ഥാന സെക്രട്ടറി റോയ് കെ ദേവസി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ റോഡ് ഹാപ്പിയുടെ പദ്ധതി സമർപ്പണവും മീറ്റിംഗും മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ നടന്നു. വാർത്തകൾ വിശദമായി. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. 2012 ചട്ടങ്ങൾ പ്രകാരമായിരിക്കണം ആനകൾ എഴുന്നള്ളിക്കേണ്ടത്. കൃത്യമായി മാർഗരേഖ നിർദ്ദേശിക്കുന്നു. ഇതിന് വിരുദ്ധമായി നിർദ്ദേശങ്ങൾ നൽകാൻ ഹൈക്കോടതിക്ക് സാധിക്കില്ല. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പ്രായോഗികമാണെന്ന് തോന്നുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീം കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. 2012 ചട്ടങ്ങൾ പാലിക്കാൻ ദേവസ്വം ബോർഡുകൾ തയ്യാറാകണം. ചട്ടം പാലിച്ച് ദേവസ്വം ബോർഡുകൾക്ക് ആനകളെ എഴുന്നള്ളിക്കാം. ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മാർഗരേഖയുണ്ട്. ഇതിന് വിരുദ്ധമായി നിർദ്ദേശങ്ങൾ നൽകാൻ ഹൈക്കോടതിക്ക് സാധിക്കില്ല. നിലവിലെ നിയമത്തിന് വിരുദ്ധമാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി ഉത്തരവിലെ നിർദ്ദേശങ്ങളെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. ആന ഒരു ജീവിയാണ്. 3 മീറ്റർ അകലം പാലിച്ച് ആനകളെ എങ്ങനെ നിർത്താൻ കഴിയുമെന്ന് കോടതി ചോദിച്ചു. പകൽ 9 മുതൽ 5 മണി വരെ എഴുന്നള്ളിപ്പ് പാടില്ല എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ചടങ്ങുകൾ നടക്കുന്നത് ഈ സമയത്ത്. അങ്ങനെ വരുമ്പോൾ ഇത് പ്രായോഗികമാകില്ലെന്ന് സുപ്രീം കോടതി. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ആന എഴുന്നള്ളിപ്പ് നടത്താനാകില്ലെന്നാണ് ഹർജി. മൃഗങ്ങളോടുള്ള ക്രൂരത തടയുന്ന നിയമത്തിലെ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടിട്ടില്ല. അധികാര പരിധിയും കടന്ന് ഹൈക്കോടതി പ്രവർത്തിച്ചു. തൃശൂർ പൂരം നടത്തുന്ന മേഖലയിലെ സ്ഥലപരിമിതി പോലും പരിഗണിക്കാതെ ഏകപക്ഷീയമായി നിലപാടെടുത്തുവെന്ന് ഹർജിയിൽ. ഉത്സവത്തിന് ആന എഴുന്നള്ളിപ്പ് അനിവാര്യമായ മതാചാരമല്ലെന്ന ഹൈക്കോടതി നിരീക്ഷണം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. സ്വദേശികളും വിദേശികളുമായി 5 ലക്ഷത്തിലധികം പേർ വരുന്ന പൂരം കേരളത്തിന്റെ സാംസ്കാരിക തനിമ അനുഭവിച്ചറിയുക കൂടിയാണ് ലക്ഷ്യം. ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശങ്ങൾ റദ്ദാക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. രാജ്യം സ്വതന്ത്രമാകുന്നത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതമാകുമ്പോഴെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മതനിരപേക്ഷ ജനാധിപത്യ സമൂഹമായ ഇന്ത്യയിൽ ആക്രമണം നടക്കുന്നു. ഹരിയാനയിലും മണിപ്പൂരിലും UP-യിലും ഡൽഹിയിലും നടക്കുന്ന അക്രമങ്ങൾ തെളിവാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജാതി മത വൈവിധ്യമുള്ള രാജ്യമായ ഇന്ത്യയിൽ നാനാത്വങ്ങൾ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സത്തയ്ക്കെതിരാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ. കേരളം സാമുദായിക ഐക്യത്തിൽ രാജ്യത്തിന് മാതൃകയാണ്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി വർഗീയ കലാപങ്ങളില്ലാത്ത നാടാണ് കേരളം. ഇന്ത്യയിൽ ഏറ്റവും സുരക്ഷിതമായി ന്യൂനപക്ഷങ്ങൾ കഴിയുന്നു. എല്ലാവർക്കും സുരക്ഷിതമായി കഴിയാനാകുന്ന സംസ്ഥാനമായി കേരളത്തെ നിലനിർത്താനാകണം. ക്രൈസ്തവ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവ പഠിക്കാൻ ജസ്റ്റിസ് JB കോശി കമ്മീഷന്റെ റിപ്പോർട്ടിൽ 284 ശുപാർശകളുണ്ട്. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരോടും ഒരുപോലെ നീതി കാണിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ടു പോകും. തൃശൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ AA റഷീദ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത്, പൗരസ്ത്യ കൽദായ സുറിയാനി സഭ മെത്രാപ്പോലിത്ത മാർ ഔഗിൻ കുര്യാക്കോസ്, സ്വതന്ത്ര സുറിയാനി സഭ അധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ്, തൃശൂർ മേയർ MK വർഗീസ്, കേരള സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ, കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്, ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളായ A സൈഫുദ്ദീൻ, P റോസ, കൗൺസിലർ റെജി ജോയ് ചാക്കോള, ജൈന സമുദായ പ്രതിനിധി MA രാജേഷ്, ബുദ്ധമത പ്രതിനിധി ഹരിദാസ് ബോധ്, ഡെപ്യൂട്ടി കളക്ടർ സനീറ കബീർ, ന്യൂനപക്ഷ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പ്രമുഖ മാധ്യമ പ്രവർത്തകൻ TM ഹർഷൻ മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഡയറക്ടർ സ്വപ്ന
നാസറുദ്ദീൻ സ്വാഗതവും കേരള ന്യൂനപക്ഷ കമ്മീഷൻ മെമ്പർ സെക്രട്ടറി എച്ച് നിസാർ നന്ദിയും അറിയിച്ചു. വനനിയമ ഭേദഗതി ബിൽ കത്തിച്ച് കർഷക കോൺഗ്രസ് മണ്ണുത്തിയിൽ പ്രതിഷേധിച്ചു. കേരള വനം വകുപ്പ് പ്രഖ്യാപിച്ച വനനിയമ ഭേദഗതി ബിൽ കർഷകദ്രോഹവും കൊടിയ വഞ്ചനയുമാണെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് കെ ദേവസി ആരോപിച്ചു. മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ നടന്ന സമരസദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷക കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് വാസു അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി മെമ്പർ മിനി വിനോദ്, പാണഞ്ചേരി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ എൻ വിജയകുമാർ, ജില്ലാ സെക്രട്ടറി കെ പി എൽദോസ്, കെ ടി എബ്രഹാം, മുത്തുതങ്ങൾ, ജോബി ജേക്കബ്, രാമചന്ദ്രൻ പുഞ്ചെടത്ത്, കെ പി പൌലോസ്, ഷോണി പുളിക്കൻ, ബി എസ് എഡിസൺ, ജോളി ജോർജ്, ബിജു ഇടപ്പാറ, റോയ് മാത്യു, പ്രവീൺ രാജു, മനോജ് പുഷ്കർ എന്നിവർ പ്രസംഗിച്ചു. ആഹ്വാനപ്രകാരമാണ് അവർ കർഷക കോൺഗ്രസ് സിന്ദാബാദ്, കർഷക കോൺഗ്രസ് സിന്ദാബാദ്, കർഷക സമരം സിന്ദാബാദ്, കർഷക സമരം സിന്ദാബാദ്, പിൻവലിക്കുക പിൻവലിക്കുക കാട്ടു നിയമങ്ങൾ പിൻവലിക്കുക. പാവപ്പെട്ട കർഷകരെ ദ്രോഹിക്കുന്ന സർക്കാരെ നീതി നൽകൂ നീതി നൽകൂ. കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം 140 നിയോജക മണ്ഡലങ്ങളിലും ഈ കിരാതമായ കർഷക നിയമം അവതരിപ്പിച്ച ബില്ല് കത്തിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് മണ്ണുത്തിയിലെ കർഷക കോൺഗ്രസിൻ്റെ ഒല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി ഇന്ന് ഈ പരിപാടിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ദീർഘനാളായി കാർഷിക മേഖലയിൽ നിരവധി പ്രതിസന്ധികൾ നേരിടുന്ന സാഹചര്യത്തിൽ വന്യമൃഗങ്ങളുടെ കൃഷിക്കാരുമായിട്ടുള്ള സംഘർഷം ഇന്ന് ജനജീവിതം തന്നെ ദുസ്സഹമാക്കിയിരിക്കുകയാണ്. വയനാട്ടിലാണ് ആദ്യം കൃഷിക്കാരെ കുടിയിറക്കുന്നതിനുള്ള സർക്കാരിൻ്റെ അജണ്ട നടപ്പിലാക്കിയത്. വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്ന കൃഷിഭൂമികൾ സർക്കാരിന് വിട്ടുകൊടുത്തുകൊണ്ട് അവർ നൽകുന്ന തുച്ഛമായ നഷ്ടപരിഹാരം വാങ്ങി താമസം ഒഴിഞ്ഞ് പോകാൻ നിർദ്ദേശിച്ചുകൊണ്ടുള്ള അവരുടെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ നിരവധി ഗ്രാമങ്ങളിൽ നിന്നും കൃഷിക്കാർ സ്വന്തം ഭൂമിയും വീടും ഉപേക്ഷിച്ചുകൊണ്ട് സർക്കാരിന് നക്കാപ്പിച്ച വാങ്ങി ഒഴിഞ്ഞുപോയ ഒരു ചരിത്രമുണ്ട്. അത് നമ്മൾ വയനാട്ടിൽ കണ്ടപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇതൊരിക്കലും കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് വരികയില്ല. ഞാൻ താമസിക്കുന്ന പാണഞ്ചേരി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ സമാനമായ അവസ്ഥ സംജാതമാവുകയും പീച്ചിയിലെ മയിലാടുംപാറ പ്രദേശത്തും അതുപോലെ തന്നെ കൊമ്പഴ പ്രദേശത്തുമുള്ള നിരവധി കൃഷിക്കാർ തങ്ങളുടെ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കാതെ, കൃഷി ചെയ്യാൻ മാത്രമല്ല സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പോലും സാധിക്കാതെ മാനിൻ്റെയും മയിലിൻ്റെയും പന്നിയുടെയും കുരങ്ങൻ്റെയും ആനയുടെയും മറ്റ് കാട്ടുപോത്തിൻ്റെയും അടക്കമുള്ള നിരന്തരമായ പീഡനങ്ങൾ കൊണ്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും സാധിക്കാതെ വീടുകൾ തകർക്കപ്പെടുന്ന സാഹചര്യത്തിൽ സർക്കാരിന് ഭൂമി വിട്ടുകൊടുത്തുകൊണ്ട് അവർ നൽകുന്ന തുച്ഛമായ തുക വാങ്ങി ഒഴിഞ്ഞു പോകുന്ന സാഹചര്യമാണ്. ഇന്ന് ഇപ്പോൾ നേരത്തെ പാണഞ്ചേരി കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തും ആനയെത്തി. ഇന്ന് പാണഞ്ചേരി പഞ്ചായത്തിലും മാടക്കത്ര പഞ്ചായത്തിലും പുത്തൂർ പഞ്ചായത്തിലും അടക്കമുള്ള ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ ദിനംപ്രതി എന്നോണം ആനയും കാട്ടുപോത്തും മറ്റ് വന്യമൃഗങ്ങളും തൊഴിൽ വിഹാരം നടത്തുമ്പോൾ അവിടെ വരുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അവയെ ദ്രോഹിക്കാൻ പാടില്ല, അവരെ കാണുമ്പോൾ നിങ്ങൾ ഒഴിഞ്ഞു മാറിപ്പോകണം, താമസം ശല്യമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ താമസം മാറിപ്പോകണം എന്നുള്ളതല്ലാതെ കൃഷിക്കാരനെ സംരക്ഷിക്കാനുള്ള, കാർഷിക വിളകൾ സംരക്ഷിക്കാനുള്ള, നശിച്ചു പോകുന്ന കാർഷിക വിളകൾക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കുന്നതിനുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത. തൃശൂർ സെന്റ് തോമസ് കോളേജും കളമശ്ശേരി CMS കോളേജും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി നടത്തിയ സേഫ് റോഡ് ഹാപ്പി റോഡ് പദ്ധതിയുടെ റിപ്പോർട്ട് സമർപ്പണവും കൺസൾട്ടിംഗ് മീറ്റിംഗും തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നടന്നു. മേയർ MK വർഗീസ് അധ്യക്ഷനായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മാർട്ടിൻ KA, എക്സിക്യൂട്ടീവ് മാനേജർ ഫാദർ ബിജു പാണങ്ങാടൻ, കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, SCMS ഗ്രൂപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രദീപ് നായർ, SIRST ഡയറക്ടർ ആദർശ് കുമാർ, കോർപ്പറേഷൻ കൌൺസിലർ വില്ലി എന്നിവർ സംസാരിച്ചു. SCMS സിവിൽ എഞ്ചിനീയറിംഗ് ഹെഡ് രമ്യ YK റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി അവതരിപ്പിച്ചു. സുരക്ഷിത റോഡ് സൗന്ദര്യവൽക്കരണം ചർച്ചയ്ക്ക് പ്രോജക്ട് കോർഡിനേറ്റർമാരായ ഇമ്മാനുവൽ തോമസ്, റാണി സെബാസ്റ്റ്യൻ, ജോ കുരുവിള എന്നിവർ നേതൃത്വം നൽകി. കോർപ്പറേഷൻ പരിധിയിലെ 40 സ്കൂളുകളും 7 കോളേജുകളും ലേണിംഗ് സിറ്റിയുമായി ബന്ധപ്പെട്ട പ്രതിനിധികളും പങ്കെടുത്തു. സാംസ്കാരിക തലസ്ഥാനം സുരക്ഷിത തലസ്ഥാനമായിരിക്കട്ടെ എന്നും റോഡ് രക്ഷയ്ക്കും സൗന്ദര്യവൽക്കരണ തുടർ പ്രവർത്തനങ്ങൾക്കും സഹകരണം ഉണ്ടാകണമെന്നും മേയർ പറഞ്ഞു. ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നിയോജക മണ്ഡലം കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ കനൽ
KPCC ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി മാരിയിൽ അധ്യക്ഷനായി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, നേതാക്കളായ VM കുര്യാക്കോസ്, CR രാധാകൃഷ്ണൻ, വർഗീസ് വാഗയിൽ, MJ അഗസ്റ്റിൻ, PS റഫീഖ്, നാസർ മങ്കര, AR സുകുമാരൻ, ഷാജി ചിറ്റിലപ്പള്ളി, AK പീതാംബരൻ, ജയൻ മംഗലം, ജോണി ചിറ്റിലപ്പള്ളി, KK അബൂബക്കർ എന്നിവർ പ്രസംഗിച്ചു. വനം വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് കത്തിച്ചായിരുന്നു പ്രതിഷേധം. തെറ്റെന്ന് നമ്മൾ കാണുന്നു. സംസ്ഥാനത്തും അങ്ങനെ തന്നെ നിയമനിർമ്മാണ സഭയിൽ ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജനഹിതമില്ലാത്ത നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഓരോ വിഷയത്തിലും. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, അതുപോലെ തന്നെ മൃഗസംരക്ഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ, ആന പരിപാലനത്തിൽ, എല്ലാ വിഷയങ്ങളിലും ജനഹിതമല്ലാത്ത നിയമങ്ങളാണ് ഇന്ന് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. പല NGOസും പല ഉദ്യോഗസ്ഥന്മാരും ജനഹിതം അറിയാത്തവർ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, അവരവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് നിയമം രൂപീകരിക്കപ്പെടുമ്പോൾ കർഷകരും പൊതുസമൂഹവും ഇവിടെ കഷ്ടപ്പെടുകയാണ്. ആ നിയമങ്ങൾ എങ്ങനെ നടപ്പിലാക്കുമെന്ന് ഇന്ത്യയുടെ പാർലമെന്റിലാണ് നിയമം നിർമ്മിക്കുന്നത്. കേരള നിയമസഭയിലാണ് ഇവിടെ കേരളത്തിൽ നിയമം നിർമ്മിക്കുന്നത്. ആ നിയമനിർമ്മാണ സഭകളിൽ വേണ്ടത്ര ചർച്ച കൂടാതെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇവിടെ ഭരണകൂടം നിയമങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നു. അതാണ് ഇവിടെ വന നിയമം. ഇവിടെ സണ്ണി പറഞ്ഞു, പാവപ്പെട്ട കർഷകന് ഇന്ന് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല. മതിലുകൾ കെട്ടണം. ഏക്കർ കണക്കിന് ഭൂമിയിൽ കൃഷി ചെയ്യണമെങ്കിൽ പാടത്തുൾപ്പെടെ ഇന്ന് മതിൽ കെട്ടേണ്ട സ്ഥിതിയാണ്. എല്ലാ മേഖലകളിലും പന്നിക്കൂട്ടങ്ങൾ വന്നിറങ്ങി കൃഷി നശിപ്പിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ പാവപ്പെട്ട കർഷകൻ ലോൺ എടുത്ത് ഉപജീവന മാർഗത്തിന് വേണ്ടി കാർഷിക പ്രവൃത്തിക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ പന്നിയെ സംരക്ഷിക്കുന്ന നിലപാടുമായി ഭരണകൂടം മുന്നോട്ട് പോകുന്നു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല.
വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. തെക്കുംകര വാർഷിക പദ്ധതി 2025-26 വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു. തെക്കുംകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി അധ്യക്ഷയായി. വർക്കിംഗ് ഗ്രൂപ്പ് യോഗം തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം രേണുകുമാർ പദ്ധതി വിശദീകരണം നടത്തി. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി ആർ രാധാകൃഷ്ണൻ, സബിത സതീഷ്, വി സി സജീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ എ ആർ കൃഷ്ണൻകുട്ടി, ഐശ്വര്യ ഉണ്ണി, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വി മനോജ് കുമാർ സ്വാഗതവും തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പദ്ധതി റിസോഴ്സ് പേഴ്സൺ തിലകൻ മാസ്റ്റർ നന്ദിയും അറിയിച്ചു. ഈ വർഷം നോക്കുമ്പോൾ തേങ്ങയുടെ ഉത്പാദനം കുറഞ്ഞിട്ടുണ്ട്, തേങ്ങ കുറവാണ്. പക്ഷേ 22, 23, 24 നോക്കുമ്പോൾ പൊതുവിൽ അതിൻ്റെ ഉത്പാദനം ഘട്ടഘട്ടമായി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ തെങ്ങിൻ്റെ കാര്യത്തിലും നെല്ലിൻ്റെ കാര്യത്തിലും നമുക്ക് ചെറിയ പുരോഗതി നമുക്ക് നമ്മുടെ പഞ്ചായത്തിനകത്ത് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ 3 വർഷക്കാലത്തെ നമ്മുടെ പൊതുവിലുള്ള ഒരു സ്ഥിതിവിവരങ്ങളൊക്കെ എടുക്കാൻ നമുക്ക് അടുത്ത വർഷത്തെ പദ്ധതികൾക്ക് വിഭാവനം ചെയ്യുക എന്നുള്ള ഒരു വലിയ കർത്തവ്യം തന്നെയാണ് ഈ സമയത്ത് നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വർക്കിംഗ് ഗ്രൂപ്പ് കൂടിയിരുന്ന് ചർച്ച ചെയ്യും. അതിനു മുമ്പായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഒല്ലൂർ അവണിശ്ശേരി ഫെസ്റ്റിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മവും സപ്ലിമെന്റ് പ്രകാശനവും നടത്തി. അവണിശ്ശേരി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഐ ജോൺസൺ കാൽനാട്ടൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുനിൽ ചാണാശ്ശേരി അവണിശ്ശേരി ഫെസ്റ്റ് സപ്ലിമെന്റ് പഞ്ചായത്ത് മെമ്പർ ശ്രീജിത്തിന് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. അവണിശ്ശേരി ഫെസ്റ്റ് ജനകീയ സമിതി പ്രസിഡന്റ് പി ജി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി ഫെസ്റ്റ് ജനകീയ സമിതി പ്രോഗ്രാം കോർഡിനേറ്റർ പ്രിൻസൻ അവണിശ്ശേരി, ജനറൽ കൺവീനർ ഗിരീഷ് പെരിഞ്ചേരി, ജനറൽ സെക്രട്ടറി സി ആർ പ്രകാശ് എന്നിവർ സംസാരിച്ചു. അവണിശ്ശേരി ഫെസ്റ്റ് ഡിസംബർ 21 വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന വിളംബര ഘോഷയാത്രയോടെ തുടക്കമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. ഘോഷയാത്ര വേദിയിലെത്തുന്നതോടെ അവണിശ്ശേരി വികസന ജനകീയ സമിതി പ്രസിഡന്റ് പി ജി വേണുഗോപാൽ പതാക ഉയർത്തും. ജനുവരി 22 വൈകിട്ട് 6:30 ജില്ലാ കളക്ടർ അവണിശ്ശേരി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. പുല്ലാങ്കുഴൽ വാദനത്തിൽ വേൾഡ് ഗിന്നസ് റെക്കോർഡ് നേടിയ പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധൻ മുരളി നാരായണൻ പുല്ലാങ്കുഴൽ വായിച്ച് കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഡിസംബർ 22 മുതൽ 31 വരെ എല്ലാ ദിവസവും വൈകിട്ട് 5 മണി മുതൽ രാത്രി 10 മണി വരെ ഗാനമേള, നാടൻപാട്ട്, ഗസൽ സന്ധ്യ, ഫ്യൂഷൻ, നൃത്തങ്ങൾ തുടങ്ങിയ നിരവധി കലാപരിപാടികൾ അരങ്ങേറും. മുല്ലനേഴി സ്മാരക നാടകോത്സവത്തിൽ കേരളത്തിലെ പ്രശസ്തരായ നാടക സംഘങ്ങൾ പങ്കെടുക്കും. പഴയകാല നാടക സംഘടനാ പ്രവർത്തകരെയും ആദരിക്കും. പുരസ്കാര ജേതാക്കളായ വിദ്യാധരൻ മാസ്റ്റർ, ശശിധരൻ നടുവിൽ എന്നിവരെയും ആദരിക്കും. ഡിസംബർ 31 സമാപനം. അവണിശ്ശേരി ഫെസ്റ്റ് കോർഡിനേറ്റർ പ്രിൻസൻ അവണിശ്ശേരി, പ്രസിഡന്റ് പി ജി വേണുഗോപാൽ, ജനറൽ കൺവീനർ ഡോക്ടർ ഗിരീഷ് പെരിഞ്ചേരി, സെക്രട്ടറി ശൈലേഷ് കുമാർ, ഫിനാൻസ് കൺവീനർ തിലകൻ പുളിങ്കുഴി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആഘോഷങ്ങൾ രക്തദാന വേദികളാകണമെന്ന് മേജർ പി ജെ സ്റ്റൈജു. സമൂഹത്തിലെ ആഘോഷങ്ങൾ സന്നദ്ധ രക്തദാനത്തിന്റെ വേദികളാക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ പി ജെ സ്റ്റൈജു നാട്ടിക ശ്രീനാരായണ കോളേജിൽ NCC യൂണിറ്റ് സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്നേഹവിപ്ലവം രക്തദാനത്തിലൂടെ എന്ന മഹത്തായ സന്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. യൂണിറ്റ് ഓഫീസർ ക്യാപ്റ്റൻ ലത ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ IMA ബ്ലഡ് ബാങ്കിലെ ഡോക്ടർ ബാലഗോപാൽ രക്തദാന പ്രസക്തി ഇന്ന് എന്ന വിഷയത്തിൽ സന്ദേശം നൽകി. രക്തദാന പ്രവർത്തകനായ അസീസ് കല്ലുംപുറം മുഖ്യാതിഥിയായി. ഒരേയൊരു ഇന്ത്യ ഒരൊറ്റ രക്തം എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് ദേശീയ പതാക കൈകളിലേന്തിയ NCC കേഡറ്റുകൾക്ക് മേജർ ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സീനിയർ അണ്ടർ ഓഫീസർമാരായ ജോഷുവ ജോസ്, കൃഷ്ണ VP, ജൂനിയർ അണ്ടർ ഓഫീസർമാരായ പുണ്യ KR, അലീന CS എന്നിവരുടെ നേതൃത്വത്തിൽ കേഡറ്റുകളാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത്.
100ഓളം വ്യക്തികൾ രക്തം ദാനം ചെയ്തു. NCC യൂണിറ്റിനുള്ള ഉപഹാരം, IMAയുടെ ഉപഹാരം കേഡറ്റുകൾ ഏറ്റുവാങ്ങി. ബ്ലഡ് ഈസ് റെഡ് കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മറ്റൊരിടവേള കൂടി. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്, ലേഡീസ് കുർത്തികൾ, ജെൻസ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക് വീണ്ടും. അഖിലേന്ത്യാ ദളിത് അവകാശ സമിതി സംസ്ഥാന സമ്മേളനം ഡിസംബർ 21-22 തീയതികളിൽ ചെമ്പുക്കാവ് PWD റെസ്റ്റ് ഹൌസ് ഓഡിറ്റോറിയത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. 14 ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത പ്രതിനിധികളുടെ സമ്മേളനവും പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സെമിനാറും നടത്തും. അഖിലേന്ത്യാ പ്രസിഡന്റ് A. രാമമൂർത്തി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. ജാതിരഹിത സമൂഹത്തിനും സാമൂഹ്യനീതിക്കും വേണ്ടി സംവരണം സംരക്ഷിക്കാൻ പോരാട്ടത്തിനിറങ്ങുകയാണ് AIDRM എന്ന് പ്രസിഡന്റ് N. രാജൻ, സെക്രട്ടറി മനോജ് B. ഇടമന, P. ബാലചന്ദ്രൻ MLA, ബാബു ചിങ്ങാരത്ത് എന്നിവർ അറിയിച്ചു. കാരണം ഇത് മാനസികമായ ഐക്യദാർഢ്യമാണ്, ഒരു മൂവ്മെന്റാണ്. അതുകൊണ്ടാണ് ഇത് മൂവ്മെന്റ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ ചെയ്യുന്നത്. അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങളുടെ ഇതിന്റെ ഭാരവാഹികളൊക്കെ ഇതിന് സംഘാടകരൊക്കെ ബ്രാഹ്മിൻസാണ്, അവരാണ് സംഘടിപ്പിച്ചത്. വലിയ മൂവ്മെന്റാണ് നടക്കുന്ന സംസ്ഥാനങ്ങളാണ്. ഇതിനോടുള്ള താല്പര്യമുള്ള ആക്ടിവിസ്റ്റുകൾ എല്ലാവർക്കും കൊടുക്കുമല്ല, ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാൻ ഉള്ള ആക്ടിവിസ്റ്റുകൾക്കൊക്കെ കൊടുക്കണമെന്നാണ് ഞങ്ങൾ അഖിലേന്ത്യാ തലത്തിലുള്ള തീരുമാനം. ഇതിലേക്ക് എത്തിച്ചേരുന്നത് ചില രാഷ്ട്രീയം കൂടി ഉൾച്ചേർത്ത് വെച്ചിട്ടാണ്. സോവിയറ്റ് യൂണിയനിലെ പ്രാക്ടീസ് പരാജയപ്പെട്ടതിന് ശേഷം കിഴക്കൻ യൂറോപ്യൻ രാഷ്ട്രങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭരണകൂടങ്ങൾക്ക് വലിയ മാറ്റം വന്നു. തിയററ്റിക്കലായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾക്കൊള്ളേണ്ട കുറെ കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ള നിലവാരത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ജെൻഡർ പൊളിറ്റിക്സ്. CPIM ഒല്ലൂർ ഏരിയ സമ്മേളനം ഡിസംബർ 21, 22, 23 തീയതികളിൽ പുത്തൂരിൽ നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. ജനുവരി 21, 22 തീയതികളിൽ മരോട്ടിച്ചാൽ സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ സെക്രട്ടറി MM വർഗീസ്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ, PK ഷാജൻ, PK ചന്ദ്രശേഖരൻ, KV നഫീസ എന്നിവർ പങ്കെടുക്കും. 8 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി ലോക്കൽ ഏരിയ കമ്മിറ്റി മെമ്പർമാരടക്കം 149 പ്രതിനിധികൾ പങ്കെടുക്കും. 23 വൈകിട്ട് ചെറുകുന്നിൽ നിന്ന് ബഹുജന മാർച്ചും റെഡ് വളണ്ടിയർ മാർച്ചും ആരംഭിച്ച് വെട്ടുകാട് സെന്ററിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ സമാപിക്കും. പൊതുസമ്മേളനം AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും. കലാകാരന്മാർ അണിനിരക്കുന്ന കലാസന്ധ്യയും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ NN ദിവാകരൻ, KV സജു, PG ഷാജി, KV ജനാർദ്ദനൻ, MN രാജേഷ് എന്നിവർ പങ്കെടുത്തു. തുടർന്ന് 8 ലോക്കൽ സമ്മേളനങ്ങളും വിജയകരമായി പൂർത്തീകരിച്ച് ഏരിയ സമ്മേളനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. CPIM ഒല്ലൂർ ഏരിയ സമ്മേളനം ഈ വരുന്ന ഡിസംബർ 21, 22, 23 തീയതികളിലായി മരോട്ടിച്ചാലിൽ വെച്ചും വെട്ടുകാട് വെച്ചും നടക്കുകയാണ്.
21, 22 തീയതികളിൽ ഈ ഏരിയയിലെ വിവിധ ലോക്കലിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 130 പ്രതിനിധികൾ ഉൾപ്പെടെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ 149 പ്രതിനിധികൾ 2 ദിവസത്തെ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞ 3 വർഷക്കാലത്ത് CPIM-ന്റെ പ്രവർത്തനാനുഭവങ്ങളെ വിലയിരുത്തി ഈ ഏരിയക്കകത്ത് CPIM-ന്റെ മുന്നോട്ട് പോക്കിന് ഉതകുന്ന വിധത്തിലുള്ള ചർച്ചകളും തീരുമാനങ്ങളും കൈക്കൊള്ളും. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള മുൻ മന്ത്രി കൂടിയായിട്ടുള്ള സഖാവ് AC മൊയ്തീനാണ്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് MM വർഗീസ് ഉൾപ്പെടെയുള്ള ജില്ലാ നേതാക്കൾ കൂടി സമ്മേളനത്തിൽ പങ്കാളികളാകുന്നു. തെക്കുംകര കരുമത്ര സ്വദേശിയായ വയോധികനെ കാണാനില്ലെന്ന് പരാതി. മുകളയിൽ വീട്ടിൽ 84-കാരൻ കേശവനെയാണ് 4 ദിവസം മുൻപ് കാണാതായത്. പുത്തൂരിലെ മകളുടെ വസതിയിൽ താമസിച്ചു വരുന്നതിനിടെ വാച്ച് റിപ്പയർ ചെയ്യാൻ പുറത്തുപോയ വയോധികൻ പിന്നീട് തിരികെ വന്നില്ലെന്നാണ് വിവരം. ബന്ധുക്കളുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തിയില്ല. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. വെള്ള മുണ്ടും ഷർട്ടുമാണ് വേഷം. വയോധികനെ കണ്ടുകിട്ടുന്നവർ ഒല്ലൂർ സ്റ്റേഷനിലോ 9895440538 എന്ന നമ്പറിലോ വിവരമറിയിക്കാൻ കുടുംബാംഗങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. രാജ്യം സ്വതന്ത്രമാകുന്നത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാകുമ്പോഴെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ. വനനിയമങ്ങൾ കത്തിച്ച് കർഷക കോൺഗ്രസ് പ്രതിഷേധിച്ചു. മണ്ണുത്തിയിൽ നടന്ന പ്രതിഷേധം സംസ്ഥാന സെക്രട്ടറി റോയ് കെ ദേവസി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ റോഡ് ഹാപ്പിയുടെ പദ്ധതി സമർപ്പണവും മീറ്റിംഗും മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ നടന്നു. ഈ ബുള്ളറ്റിൻ സമാപിക്കുകയാണ്. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Pattikat Center, Thrissur.